പാലക്കാട്ടേക്കാണ് പോകുന്നത്. കാരണം നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് രാഷ്ട്രീയ കേരളത്തിന്റെ ഒരു ശ്രദ്ധാകേന്ദ്രമായി തന്നെ മാറുന്നുണ്ട് പാലക്കാട്. ഹെഡ്ഗേവാറിന്റെ പേര് ഒരു സ്ഥാപനത്തിന് നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ അവിടെ അവസാനിച്ചിട്ടില്ല. അതിന് തൊട്ടു പിന്നാലെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ചേറ്റൂർ അനുസ്മരണവുമായി ബന്ധപ്പെട്ടുള്ള അവിടെ വിവാദങ്ങളൊക്കെ നിലനിൽക്കുന്നത്. അപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചേറ്റൂരിനെ അനുസ്മരിച്ചു. അതിന് പിന്നാലെയാണ് ഈ വിവാദങ്ങൾക്കൊക്കെ തുടക്കമാവുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ ഈ ചേറ്റൂർ അനുസ്മരണ പരിപാടി നടത്തുന്നതിൽ BJPയെ പരിഹസിച്ച് പാലക്കാട് DCC പ്രസിഡന്റായ A. തങ്കപ്പൻ രംഗത്ത് വന്നിട്ടുണ്ട്. അനുസ്മരണം BJPക്ക് സ്വാതന്ത്ര്യ സമര സേനാനികൾ ഇല്ലാത്തതിനാലാണെന്നാണ് അദ്ദേഹത്തിന്റെ പരിഹാസം. ചേറ്റൂരിനെ കോൺഗ്രസ് അവഗണിച്ചിട്ടില്ല എന്നും A. തങ്കപ്പൻ പ്രതികരിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. ചരിത്ര പുരുഷന്മാർ BJPക്ക് ഇല്ല. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തുള്ള നേതാക്കന്മാർ പറയും BJPക്ക് ഇല്ലാത്തതുകൊണ്ടും ആ സ്വാതന്ത്ര്യ സമരത്തിൽ അന്ന് ഒറ്റിക്കൊടുക്കുകയും ചെയ്തുകൊണ്ട് അവർക്ക് മുന്നിൽ നിർത്താനില്ലാത്തതുകൊണ്ട് പട്ടേൽ അതുപോലെ തന്നെ ശങ്കരൻ നായർ സുരേഷ് ഗോപി വന്നതുകൊണ്ടൊന്നും ശങ്കരൻ നായർ BJP എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ചേച്ചൂർ മരണപ്പെട്ട് 6 വർഷങ്ങളായല്ലോ. BJPക്ക് ഇപ്പോഴല്ലേ തോന്നി. ഞങ്ങൾ എല്ലാ കാലഘട്ടത്തിലും അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിനനുസരിച്ച് അനുസ്മരിക്കാറുണ്ട്. അയാൾക്ക് അതിൻ്റെ ബഹുമാനം കൊടുക്കാറുണ്ട്. ഒരു തർക്കവും വേണ്ട. ഇവർ പുതിയ ഒരാൾ വന്നപ്പോൾ ഇവർക്ക് തോന്നുകയാണ് എങ്ങനെയെങ്കിലും റാഞ്ചി നേതാക്കന്മാരുടെ മുന്നിൽ നിർത്താൻ വേണ്ടി ചെയ്യുകയാണ്. അവർക്ക് നേതാക്കന്മാരില്ലാത്തതുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടിക്ക് 139 വയസ്സാണ് പ്രായം. ഇക്കാലയളവിനിടയിൽ ഒരേ ഒരു ദേശീയ അധ്യക്ഷൻ, അതായത് മലയാളി ആയിട്ടുള്ള ഒരു അധ്യക്ഷനെ, കേരളീയനായിട്ടുള്ള ഒരാളെ ഉണ്ടായിട്ടുള്ളൂ. അത് ചേറ്റൂരാണ്. വിവാദങ്ങളുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റുകളുമായി നമുക്കൊപ്പം ചേർന്നത് പ്രസാദ് ഉറുമ്പശ്ശേരിയുണ്ട്. പ്രസാദ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ DCC പ്രസിഡന്റ് അടക്കം പറയുന്നുണ്ട് കോൺഗ്രസ് ചേറ്റൂരിനെ അവഗണിച്ചിട്ടില്ല, മറന്നിട്ടില്ല എന്ന് പറയുന്നു. പക്ഷേ അപ്പോഴും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ആരോപണം നിലനിൽക്കുന്നുണ്ട്. തങ്ങളുടെ കുടുംബത്തിന് മതിയായ പരിഗണന ലഭിച്ചിട്ടില്ല, പാർട്ടിയിൽ നിന്ന് മതിയായ സ്വീകാര്യത ലഭിച്ചിട്ടില്ല എന്ന അവരുടെ പ്രതികരണം കൂടി നിലനിൽക്കുന്നുണ്ട്. നിലവിൽ ഈ വിവാദം എവിടെ എത്തി നിൽക്കുകയാണ്? BJPയുടെ രാഷ്ട്രീയ ലക്ഷ്യം എന്താണ് ഇതുമായി ബന്ധപ്പെട്ട്? സേതുലക്ഷ്മി, കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ചേറ്റൂരിന്റെ കുടുംബാംഗങ്ങളെ കണ്ടതോടുകൂടിയാണ് വിവാദത്തിന് തുടക്കമാകുന്നത്. സുരേഷ് ഗോപിയുടെ സന്ദർശനം പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് എന്നുള്ളതാണ് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ. അതിനുശേഷം ഏപ്രിൽ 24-ാം തീയതി അദ്ദേഹത്തിന്റെ ചേറ്റൂരിന്റെ ചരമദിനമാണ്. ആ ദിവസം അനുസ്മരണം, അതായത് അവിടെ അദ്ദേഹത്തിന്റെ സ്മൃതി, ഒറ്റപ്പാലത്തെ മങ്കരയിലുള്ള സ്മൃതി കുടീരത്തിൽ പോയി പുഷ്പാർച്ചന നടത്താൻ BJP തീരുമാനിച്ചിട്ടുണ്ട്. BJPയുടെ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കളും അതോടൊപ്പം തന്നെ ഒരു സംസ്ഥാന നേതാവ് കൂടി പങ്കെടുക്കുമെന്നുള്ളതാണ് BJPയിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ. ഇതോടുകൂടിയാണ് ഇതൊരു വിവാദമായി മാറുന്നത്. അതിനുള്ള പ്രതികരണമായിട്ടാണ് ഇപ്പോൾ DCC പ്രസിഡന്റ് തങ്കപ്പൻ പറയുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വാതന്ത്ര്യ സമര സേനാനികളില്ല, അതുകൊണ്ടാണ് ഞങ്ങളുടെ പാർട്ടിയിലുള്ള ആളുകളെ അവർ റാഞ്ചാൻ ശ്രമിക്കുന്നത് എന്നുള്ള നിലപാട് തങ്കപ്പൻ പറയുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ ഏപ്രിൽ 24 വരെ ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തുടരും എന്ന് തന്നെയാണ് പറയുന്നത്. BJPയുടെ വിശദീകരണം എന്ന് പറയുന്നത് AICC മുൻ അധ്യക്ഷൻ എന്ന നിലയ്ക്കല്ല BJP ചേറ്റൂർ ശങ്കരൻ നായരെ കാണുന്നത്. സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. അതോടൊപ്പം തന്നെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നപ്പോൾ ബ്രിട്ടീഷ് സർക്കാരിനെതിരെ അവിടെ പോയി നിയമപോരാട്ടം നടത്തിയ ആളാണ്. ആ നിലയ്ക്ക് അദ്ദേഹത്തിന്റെ സംഭാവനകളെ ഈ കോൺഗ്രസ് അവഗണിച്ചാലും ഞങ്ങൾ അത് ഓർത്തുന്നു, ജനങ്ങളെ ഓർമ്മിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് BJP രംഗത്ത് വന്നിട്ടുള്ളത്.